അങ്ങനെ അടുത്ത ഒരു ലോങ് വീക്കെൻഡ് വന്നെത്തി. ലോങ് വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന പരിപാടി ഇവിടുത്തുകാർക്കില്ല കേട്ടോ. ഇത് പിന്നെ ചേട്ടൻ്റെ ബർത്ത്ഡേ വീക്കെൻഡിൽ ചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്ത ഒരു സർപ്രൈസ് ഔട്ടിംഗ് ആയിരുന്നു. ഒൻറ്റാരിയോ പ്രൊവിൻസിലുള്ള അൽഗോൺക്വിൻ ഹൈലൻഡ്സിലേക്ക് ആണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോകുന്നത്. അവിടെ ഒരു കോട്ടേജിലാണ് അടുത്ത 2 ദിവസം നമ്മുടെ സ്റ്റേ. ഇവിടെ കോട്ടേജസിനെ പൊതുവെ ശാല എന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് ട്രാപ്പേഴ്സ് പോയിന്റ്. അടുത്ത 2 ദിവസത്തെ നമ്മുടെ ഹോം എവേ ഫ്രം ഹോം. ഒരു 50 ഏക്കറിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടി. 2-3 ഫാമിലിക്ക് ഒരേ ടൈം നിൽക്കാൻ പറ്റുന്നത് പോലെ 4 ബെഡ്റൂംസ് ആൻഡ് 3 ബാത്താണ് ഈ കോട്ടേജ്. ഇവിടെ ചുറ്റും തന്നെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേറെ ആരുമില്ല. നമ്മളും ഈ 50 ഏക്കർ പ്രോപ്പർട്ടിയും മാത്രം. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. ഈ കോട്ടേജ് ഫുള്ള് തടി കൊണ്ടാണ് കേട്ടോ പണിതിരിക്കുന്നത്. കനേഡിയൻ കൾച്ചറും പിന്നെ പണ്ട് കാലത്തെ ഫിഷിങ്ങിൻ്റെയും ഹണ്ടിങ്ങിൻ്റെയും ഒക്കെ മെമ്മറബിലിയാസും എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനു പുറമെ ഒരു ഫയർ പ്ലേസും ലേക്ക് ഫേസ് ചെയ്യുന്ന ഒരു ബാൽക്കണിയും ഈ പ്രോപ്പർട്ടിയുടെ ഭംഗി വീണ്ടും ഇരട്ടിയാക്കി. ഇത് കണ്ടോ, ഇതെന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അത് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹുക്കാണ് കേട്ടോ. എൻ്റെ അപ്പ ഭയങ്കരമായിട്ട് മീൻ പിടിക്കുന്ന എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അപ്പനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞ സ്ലിപ്പേഴ്സ് ലേക്ക്. ഭയങ്കര ഭംഗിയാണ് സ്ഥലം കാണാൻ. ആ ലേക്കിനെക്കാട്ടിലും ആ സ്കൈ ഉണ്ടോ, ഭയങ്കര ഭംഗിയായിരുന്നു സ്കൈ കാണാൻ. എസ്പെഷ്യലി നൈറ്റ് സ്കൈ ഭയങ്കരമായിട്ട് ഒരു ഡ്രീമി സ്റ്റാറി സ്കൈ ആയിരുന്നു. അമിത്തിന് ചെറുതായിട്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ഭ്രാന്തുള്ള കൂട്ടത്തിലായതുകൊണ്ട് ആള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വീഡിയോ എടുത്ത് നടക്കുകയായിരുന്നു. അമിത് ഒരു വാട്ടർ ബേബിയാണ്. അതുകൊണ്ട് തന്നെ കയാക്കിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് അമിതിൻ്റെ ഫസ്റ്റ് ടൈമാണ് എങ്കിലും അതിൽ നിന്ന് തിരിച്ചു കയറാൻ ഭയങ്കര മടിയായിരുന്നു. ഇത് ഞാൻ തുഴയെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മോശമാണ് എൻ്റെ അവസ്ഥയെന്ന്. ഇത് നമ്മുടെ കൂടെയുള്ള ഒരാളുടെ പപ്പിയാണ് കേട്ടോ. മേപ്പിൾ എന്നാണ് അവളുടെ പേര്. ത്രേസും മേപ്പിളുമായിട്ട് ഭയങ്കര കളിയായിരുന്നു. ത്രേസുവിനെ ആക്ച്വലി കാണുമ്പോഴേ മേപ്പിളിന് പേടിയായിരുന്നു. മേപ്പിൾ ഓടി ഓടി പോകും ത്രേസുവിനെ കാണുമ്പോഴത്തേക്കും. ഞങ്ങൾ മോൺട്രിയാലിൽ നിന്ന് നിയർലി 6 hours ഡ്രൈവ് ചെയ്ത്, അതായത് ഏകദേശം ഒരു 550 kilometers കവർ ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. പക്ഷേ ഒരുറക്കം ഉറങ്ങി എണീറ്റ് ഈ സ്ഥലത്തിൻ്റെ ഈ ഭംഗിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാ ക്ഷീണവും മാറി എന്ന് പറയാമല്ലോ. ഈവനിങ് ആയപ്പോൾ
കുറച്ച് തണുപ്പൊക്കെ ആയി തുടങ്ങിയപ്പോൾ ഞങ്ങൾ പതിയെ ബാർബിക്യൂ കലാപരിപാടികളിലേക്ക് കടന്നു. നെക്സ്റ്റ് ഡേ ഒരു 11 ആയപ്പോൾ ഞങ്ങൾക്ക് കോട്ടേജിനോട് ടാറ്റ ബൈ ബൈ പറയാൻ ടൈമായി. കുറച്ച് വിഷമത്തോടെ ആണെങ്കിലും ഞങ്ങൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയിൽ തന്നെ ബ്രഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും പല വഴി പിരിഞ്ഞു. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഓട്ടോവേയിൽ ഒരു പിറ്റ് സ്റ്റോപ്പ് എടുത്തു. ഇവിടെ ട്യൂലിപ്പ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. നമ്മളൊരു ട്യൂലിപ്പ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി വന്നതാണ്. ആക്ച്വലി കാണാൻ വേണ്ടി വന്നതല്ല, പക്ഷെ വരുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങി. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഡ്രസ്സ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീക്കെൻഡ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.